ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം നമോ നാരായണായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം, പത്മപുരാണത്തിലെ ഭാഗവത മഹാപുരാണത്തിൻ്റെ മാഹാത്മ്യം, 6-ാമത്തെ അധ്യായം, 1-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. സനത്കുമാര ഊജു. ഓം. അഥ തേ സംപ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം സഹായേർവസുഭിശ്ചൈവ പ്രായസാധ്യോ വിധിസ്മൃത. ഇവിടെ ഒരു അധ്യായം കൊണ്ട് ഭാഗവത സപ്താഹ യജ്ഞം എങ്ങനെയാണ് നടത്തേണ്ടത്, അതിൻ്റെ വിധി എന്ത് എന്ന് പറയുകയാണ്. ഒരു സപ്താഹം, അത് ഭാഗവതം, രാമായണം, സപ്താഹങ്ങൾ യജ്ഞങ്ങളായിട്ട് പലതും ചെയ്യാറുണ്ട്. ഏത് ഗ്രന്ഥം എടുത്താലും ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ദേവി ഭാഗവതമായാലും സപ്താഹമായിട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പറയാനുള്ള സമയം കിട്ടില്ല, വായിക്കാനുള്ള സമയം കിട്ടില്ല. ചിലത് ശിവപുരാണം 7 ദിവസം കൊണ്ട് വായിക്കണമെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കാവുമ്പോൾ കുറച്ച് ഞെരുക്കാവും. കുറച്ചും കൂടി ആൾക്കാരുണ്ടെങ്കിലാവും, മാറി മാറി വായിക്കാനുണ്ടെങ്കിലാവും അത് 24,000 ശ്ലോകം. വാൽമീകി രാമായണം ആയാലും അങ്ങനെ തന്നെ 24,000 ശ്ലോകം. അപ്പം അതുകൊണ്ട് അത് വായിക്കാൻ മാത്രമേ പറ്റുണ്ടാവുള്ളൂ. ഏതായാലും 7 ദിവസം കൊണ്ട് നടത്തപ്പെടുന്നതായിട്ടുള്ള യജ്ഞത്തിന് അതിൻ്റേതായ ചില വിധികളുണ്ട്. ആ വിധികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ പറയാം. അഥ തേ സംപ്രവക്ഷ്യാമ. നന്നായിട്ടു തന്നെ പറയാം, പ്രവചനം ചെയ്യാം. അപ്പോൾ അതൊരു നിയമം എന്ന നിലയ്ക്കാണ് സനത്കുമാരാദി മഹർഷിമാർ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഇച്ഛ ബ്രഹ്മാവിലൂടെയാണ് പുറത്തു വന്നത്. അത് സനത്കുമാരാദി മഹർഷിമാർ പറഞ്ഞു. ആദ്യം ചെയ്തത് ശ്രീ സുഖബ്രഹ്മർഷിയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ പറഞ്ഞു, ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, ഒരു സംശയവും വേണ്ട. ഭഗവാന്റെ ആ നിയമത്തെ ബ്രഹ്മാവിൻ്റെ ഇച്ഛയായിട്ട് പുറത്തേക്ക് വന്നു. ബ്രഹ്മാവിൻ്റെ ഇച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇച്ഛ തന്നെയാണ്. അത് സനത്കുമാരാദി മഹർഷിമാർ ഉറപ്പിച്ച് പറഞ്ഞു. ആദ്യം ചെയ്തത് ശ്രീശുഖ ബ്രഹ്മർഷിയാണ്. അതിൻ്റെ യജ്ഞവിധി ഇപ്രകാരമാണ്. അത് നന്നായിട്ട് പറഞ്ഞു തരാം. സംപ്രവക്ഷ്യാമ സപ്താഹ ശ്രവണേ വിധിം. സപ്താഹം ഭാഗവതം കേൾക്കുന്നതിൻ്റെ വിധി പറഞ്ഞു തരാം എന്നാണ്. വായിക്കുന്നതിൻ്റെ വിധിയും കേൾക്കുന്നതിൻ്റെ വിധിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ശ്രവണേ വിധിയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രവണത്തിന് എന്ന് മാത്രമേ അത് വായിച്ചാലേ കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നിനല്ല, അത് രണ്ടിനും കൂടിയിട്ടാണ്. വായനയ്ക്കും കേൾക്കാനും. അതേപോലെ തന്നെ വായിക്കുക കേൾക്കുക മാത്രം പോരല്ലോ, അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് കുറേ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾക്കും ഉണ്ട് പ്രാധാന്യം. ലക്ഷ്യം അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു നിയമം വെച്ചിട്ടില്ലെങ്കിൽ അത് വേണ്ടത്ര ഫലത്തിലാവില്ല. വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ഒരു കൂട്ടാൻ വയ്ക്കുമ്പോൾ വെള്ളവും കഷ്ണവും കൂടി വേവിച്ചിട്ട് വേണമല്ലോ. വെള്ളം ആദ്യം തിളപ്പിച്ച് വെച്ചു, പിന്നെ കഷ്ണം വെള്ളം ഇല്ലാതെ കൊണ്ട് അടുപ്പത്ത് വെച്ചു, പിന്നെ അത് മാറ്റി വെച്ചു, ഉപ്പ് കുറച്ച് ആ പാത്രത്തിലിട്ടു. കഷ്ണം വെള്ളമുള്ള പാത്രത്തിലല്ലാട്ടെ, വേറെ പാത്രത്തിലാട്ടെ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തു. അത് നേരെയാവില്ല. കഷ്ണം വേവിക്കുക, അരച്ചു കൂട്ടുക, വറുത്തിടുക, ഉപ്പിടുക, അതൊക്കെ അതാത് സമയത്ത് വേണ്ട പോലെ ചെയ്യണം. അത്ര നിസ്സാരാതെ. അപ്പോൾ അതിന് എന്തൊക്കെ അത് പറഞ്ഞ വേഗം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ശ്രോതാവില്ലാതെ കണ്ട് ഈ യജ്ഞം എന്നുള്ളത് പൂർത്തിയാവില്ല. പ്രഥമ സ്ഥാനം ശ്രോതാവിനാണ്. തെറ്റിദ്ധരിക്കണ്ട, വക്താവിനല്ല, നടത്തിപ്പുകാർക്കുമല്ല. നടത്തിപ്പുകാരെപ്പോഴും 2ാം സ്ഥാനമാണ്. ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്, തുന്തുകാരിക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം വായിച്ചത്. അപ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്, പരീക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഭാഗവതം വായിച്ചത്. ശ്രീശുഖബ്രഹ്മർഷിക്ക് വേണ്ടിയിട്ടല്ല. ആരാ മുഖ്യം?
ശ്രോതാവാണ്. ഇനി രണ്ടാമത്തെ ഭാവം ലക്ഷ്യത്തിനാണ്. എന്താ ലക്ഷ്യം? ഭാഗവതം വായിച്ച് കേൾക്കുന്നത് മുക്തിക്ക് തന്നെയാണ്. മുക്തി എന്ന് പറഞ്ഞാൽ മരിച്ചു പോയിട്ടുള്ള മുക്തി മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള നെഗറ്റീവ്സിനെ മുഴുവൻ ഇല്ലാണ്ടാക്കാനുള്ളതാണ്. എന്നാലും ഞാനത് പറഞ്ഞു, പുറത്ത് വെച്ചിട്ട് വന്നാൽ മതി കാത്തേക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നെഗറ്റീവിനെ മുഴുവൻ ഇല്ലാണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. അതിൻ്റെ മാക്സിമമാണ് ലയം, മുക്തി. ഇനി മൂന്നാമത്തെ ഭാവമാണ് വക്താവ്, പറയുന്ന ആളെങ്ങനെ മാറ്റി എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു സാത്വികനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ഭക്തൻ, വൈരാഗിയായിട്ടുള്ള എല്ലാവരെയും ഈശ്വരഭാവത്തിൽ കാണുന്ന ഒരു ഭക്തൻ, ശ്രോതാവിനും ഈശ്വരനായിട്ട് കാണണം, അങ്ങനെയുള്ള ഭക്തൻ മൂന്നാമത്തെ. ഇനി നാലാമത്തെ, ഈ വക്താവ് പറയുന്നത് ശരിയാണോ എന്നുള്ളത് നല്ലവണ്ണം വിശകലനം ചെയ്യാനും അതിനെക്കുറിച്ച് അറിയാനും കഴിവുള്ള ഒരു ബ്രഹ്മൻ എന്നാ അതിന് പറയാം, ബ്രഹ്മാവ് എന്നർത്ഥം. ഒരു പണ്ഡിതൻ വേണം സാക്ഷിയായിട്ട്. നമ്മൾ ഇന്നത് ചിന്തിക്കേ പതിവില്ല. ഒരു വക്താവും പിന്നെ വക്താവിനെ സഹായിക്കാൻ കുറച്ച് ആളുകളും എന്നല്ലാതെ കണ്ട് ഈ ബ്രഹ്മനെ കുറിച്ച് ചിന്തിക്കേ പതിവില്ല. മുഖ്യ ശ്രോതാവിനെ ചിന്തിക്കാറില്ല. മുഖ്യ ശ്രോതാവ് നിർബന്ധമാണ്. വക്താവിനെ സഹായിക്കാനുള്ളവര്, മുഖ്യ ശ്രോതാവ്, ലക്ഷ്യം, ഇതിനെ നിരീക്ഷണം ചെയ്യാനുള്ള ശരി എന്ന് പറയാനുള്ള ഒരാള് ബ്രഹ്മൻ. ഇനി അടുത്തത് ഈ വേദി, സദസ്സ്, അതിൻ്റെ ഒരു പീഠം, ഇങ്ങനെയുള്ള ഭാവങ്ങൾ വരും. ഭഗവാനിരിക്കാനൊരു പീഠം വേണം, അതേപോലെ വക്താവിനിരിക്കാനും ശ്രോതാവിനിരിക്കാനും ഗ്രന്ഥം വയ്ക്കാനും ഇതിനൊക്കെ പീഠങ്ങൾ വേണം. ആ പീഠങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിനനുസരിച്ച് ഭഗവാന് ഉള്ള ആ സ്ഥലം, അതേപോലെ ഈ വേദിയും സദസ്സും ഇരിക്കുന്നതായിട്ടുള്ള ആ സ്ഥലം പരിശുദ്ധമാവണം. അതിൻ്റെ സംഘാടകരോ അല്ലെങ്കിൽ ആരായാലും വേണ്ടില്ല, ഊണ് കഴിക്കാനുള്ളവരായാലും ശരി, അത് കൊടുക്കുന്നതായിട്ടുള്ള ആ സ്ഥലം ശുദ്ധമാവണം. ഭൂമി ശുദ്ധി വേണം. ഭൂമി ശുദ്ധിയിൽ മറ്റൊരു ഭൂമിയാണ് ഈ ശരീരം. ശരീരം ഒരു ഭൂമിയാണ്. ശരീരം ഈ ജീവൻ ഇരിക്കാനുള്ള ഒരു ഭൂമിയാണ്. അതുകൊണ്ടാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ശരീരം ശുദ്ധമാവണം, ഭൂമി ശുദ്ധമാവണം. ഈ ജീവൻ ഇരിക്കാനുള്ള ഈ ക്ഷേത്രം ഉണ്ടല്ലോ, അത് ശുദ്ധമാവണം. അപ്പോൾ ആ വേദിയും സദസ്സും അതേപോലെ ഈ അന്നദാനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ ശുദ്ധാവണം, ഭൂമി ശുദ്ധി. ഇനി കാലം, നമ്മളിപ്പോൾ കാലം ശുദ്ധാക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, മഴ പെയ്യാതിരിക്കാൻ മീത ഷീറ്റ് എന്താ ചടും, വെയിൽ വരാതിരിക്കാനും അങ്ങനെയുള്ള മറവുകളെ സൃഷ്ടിക്കും, കാറ്റ് വരാതിരിക്കാൻ നമ്മൾ മറയ്ക്കും. അപ്പോൾ ഇങ്ങനെ ചില സൂത്രവഴികൾ നമ്മൾ ചെയ്യണം. അതല്ലെങ്കിൽ ഹാളിൻ്റെ ഉള്ളിലാക്കണം, വെളിച്ചം ധാരാളമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് സംവിധാനങ്ങൾ. അപ്പോൾ ഇന്ന് കാലം എന്നുള്ളത് കുറച്ചും കൂടി നമ്മൾ അഡ്വാൻസ്ഡാണ്. ഭൂമി എന്നുള്ളത് അഡ്വാൻസ്ഡാണ്. കാരണം നമ്മൾ കൃത്രിമമായിട്ട് ഭൂമിയെ ഉണ്ടാക്കുകയാണ്. യജ്ഞവേദി മറ്റെങ്ങനെയാ പതിവ്? ആലിൻ്റെ ചുവട്ടിൽ, ആൽത്തറയുടെ മുകളിൽ ഒരു മണൽത്തിട്ട, അതിന് മുകളിലൊരു ഇത്തിരി ഉയരമുള്ള സ്ഥലം വെച്ചാൽ അവിടെ വക്താവ് വരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളതെല്ലാം ഉണ്ടാക്കുകയാണ്. ഇനി അതേപോലെ സേവകൻ, വളണ്ടിയേഴ്സ് വളരെ നിർബന്ധമാണ്. വളണ്ടിയേഴ്സ്. അപ്പോൾ ഈ കമ്മിറ്റിക്കാരൊക്കെ വളണ്ടിയേഴ്സാണ്. വളണ്ടിയർ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ എന്താ? അതിനു വേണ്ടിയിട്ട് ഉത്സാഹപൂർവം നിഷ്കാമമായിട്ട് സേവനമായിട്ട് അത് നടത്തിക്കാൻ വേണ്ടത് എന്താണോ എൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്, മാൻ പവറാച്ചാൽ അത്, ധനാണെച്ചാൽ അത്, സംഘാടനാണെങ്കിൽ അത്, എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാൻ തൊട്ടുള്ള കാര്യം അതാണെച്ചാൽ അത്, അടിച്ചുവാരി വിളിക്കുക, എല്ലാം. അപ്പോൾ അടിച്ചു വാരുന്ന ആളെ നമ്മൾ കൂലിക്ക് കൊടുക്കുക.
നമ്മൾ ചെയ്യേണ്ട പണി ഒരാളെ കൊണ്ട് ചെയ്യിക്കുക, അത്രയേ ഉള്ളൂ. അത്രയും അതൊക്കെ അതിൽ പെട്ടതാ. അതേപോലെ തന്നെ ദ്രവ്യം എന്നുവെച്ചാൽ ധനം, അരി, ചെറുകൂട്ടാനും വയ്ക്കാനുള്ളതൊക്കെ വേണ്ടേ, നേദിക്കാനുള്ള വട്ടങ്ങളൊക്കെ വേണ്ടേ, എണ്ണ, നെയ്യ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ, ദ്രവ്യം, ഇതൊക്കെ അതിൽ പെട്ടതാ. ഈ വസ്തുക്കൾ മുഴുവൻ. അതിൻ്റെ നടത്തിപ്പിന് വേണ്ടതായിട്ടുള്ള പട്ടായാലും ശരി, പട്ടിക സമർപ്പിക്കട്ടെ. അപ്പോൾ എന്തൊക്കെ ദ്രവ്യങ്ങളാണോ വേണ്ടത് അത് മുഴുവൻ. അപ്പോൾ ശ്രോതാവ് മുഖ്യം, ലക്ഷ്യം വളരെ പ്രധാനം. വക്താവിനനുസരിച്ച് അത് ചെയ്യുന്നത് ശരിയല്ലേ എന്ന് നോക്കാനുള്ള ബ്രഹ്മൻ. ഇപ്പം നാലാമത്തെ. പിന്നെ ഭൂമി ശുദ്ധി, കാലം ശുദ്ധമാക്കണം, സേവകര നിർബന്ധമാണ്, ദ്രവ്യം. ഇങ്ങനെയുള്ള 8 കാര്യങ്ങൾ സഹായൈഹി വസുഭിഹി ച ഏവ പ്രായഃ സാധ്യോ വിധിഹി സ്മൃത. നമ്മൾ ഈ അഷ്ടവസുക്കൾ എന്ന് പറയാറുണ്ട്. അഷ്ടവസുക്കൾ ധരോ ധ്രുവശ്ച സോമശ്ച വിഷ്ണുശ്ചൈവ അനിലോ അനല പ്രത്യൂഷശ്ച പ്രഭാസശ്ച വസവോഷ്ടോ ക്രമാത് സ്മൃതാഃ. ധരൻ, ധ്രുവൻ, സോമൻ, വിഷ്ണു, വായുദേവനും അഗ്നിദേവനും, ഇങ്ങനെ ഓരോരുത്തരും അഷ്ടവസുക്കൾ ഈ അഷ്ടദിക് പാലകന്മാരാണ്. അപ്പോൾ 8 ദിക്ക് പാലകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രൻ, വരുണൻ കൂടി ചേർത്തായി. കിഴക്ക് ദിക്ക് ഇന്ദ്രൻ, അഗ്നികോണിൽ അഗ്നി ഭഗവാൻ, കിഴക്ക് തെക്കായിട്ട്, തെക്ക് ഭാഗത്ത് യമൻ അല്ലെങ്കിൽ ധർമ്മദേവൻ അല്ലെങ്കിൽ കാലൻ. യമൻ, ധർമ്മദേവൻ തെക്ക് ഭാഗം. ഇനി തെക്ക് പടിഞ്ഞാറ് നിരൃതി കോൺ, അവിടെ വിഷ്ണുവാണ്. പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാനുള്ള ഭാവമാണ് സ്വതേ വിഷ്ണുവല്ലേ. നമുക്ക് പേടിയാണ് നിരൃതി കോണിൽ, കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് നിരൃതി കോണിനെ നമുക്ക് വലിയ പേടിയാണ്. അവിടെ ഏറ്റവും ശുദ്ധമായിട്ടിരിക്കണം എന്നൊക്കെയാണ്. അവിടെ ലേശം ഉയർന്നിരിക്കണം. ഭഗവാൻ ഇരിക്കുന്ന സ്ഥാനമാണ്. അപ്പോൾ അവിടെ ലേശം ഉയർന്നിരിക്കണം. നമ്മൾ പെരയൊക്കെ കയറ്റുമ്പോൾ, പറമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് മൂല ഇത്തിരി ഉയർന്നോട്ടെ കേട്ടോ എന്ന് പറയും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അത് ഇതാ കാരണം. എന്താ, കൊണ്ടു ചാടിയ കുടുങ്ങിയ നരകം. ഭഗവാൻ ഉയരത്തിലിരിക്കുമ്പോഴോ, അതാണ് സങ്കല്പം. നിരൃതി കോണിൽ ഭഗവാൻ എപ്പോഴും ഉയർന്നിരിക്കണം എന്നാ. അവിടെയാണ് ഗണപതിയൊക്കെ അവിടെ വരിക. കന്നിമൂല ഗണപതി അവിടെ വരിക. ഈ വിഘ്നങ്ങളില്ലാണ്ട് ആക്കാനാണ്. അപ്പോൾ നിരൃതി കോണ പാപങ്ങളില്ലാണ്ടാക്കാനുള്ള ഒരു ഭാവ വിഷ്ണു. അതേപോലെ പടിഞ്ഞാറ് ഭാഗം വരുണൻ. പിന്നെ പടിഞ്ഞാറ് വടക്കായിട്ട് വായുകോൺ, പടിഞ്ഞാറ് വടക്ക് വായുകോൺ. നേരെ വടക്ക് കുബേരൻ, ചന്ദ്രനും ഉണ്ടെന്നാണ് പറയാം. അത് വടക്കിൻ്റെ സ്ഥാനം എങ്ങനെയാ വെച്ചാൽ, എല്ലാറ്റിനും ഓരോ സ്ഥാനം ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വസ്തുക്കളെ തരുന്നത് സ്വതേ കുബേരനാണ്. ധനധനാണ്, ധനേശൻ, വൈശ്രവണൻ. അവിടെ നമ്മുടെ ഈ ശരീരത്തിൽ 64 മൂലകങ്ങൾ, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ പറയുന്നുണ്ട് 64 മൂലകങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ ഈ 64 നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഇല്ലെങ്കിൽ, വേണ്ടതിലധികം ഉണ്ടായാൽ ഒക്കെ കുഴപ്പമാണ്. അതൊക്കെ പാകാക്കി തരുന്ന ആളാണ് ഈ ധനത്, അല്ലാണ്ട് പൈസ തരുന്ന ആളല്ല. ചന്ദ്രൻ അതിൻ്റെ ഈ ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ദേഹത്തിൽ കിട്ടുന്നത് എന്തോ അതിനെ വിനിയോഗിക്കാനുള്ള ശക്തി, ഊർജത്തെ തരുന്നയാളാണ്. സൂര്യൻ തരുന്ന ഊർജവും ഈ വിനിയോഗശക്തി തരുന്ന ചന്ദ്രനും തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. ഇവർ സൂര്യനും ചന്ദ്രനും ഇല്ലാച്ചാൽ നമ്മുടെ ശരീരം പ്രവർത്തനക്ഷമല്ല എന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട്. ഡോക്ടർമാരെങ്ങനെയാണ് പറയാമെന്ന് നിശ്ചയില്ല, അതറിയില്ല. ആചാര്യന്മാർ പറയാറുണ്ട്. പിന്നെ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഈശ്വരഭാവം ദ്വിത്വത്തിൽ ശിവപാർവതിമാരായിട്ട് നിൽക്കുന്നു ഈശാനകോണിൽ. ഈശാനകോണിൽ ശിവൻ മാത്രമല്ല, ശിവനും പാർവതിയും കൂടിയിട്ട് അർദ്ധനാരീശ്വര സങ്കല്പ. ഈ അഷ്ടദിക്പാലകന്മാരെയും ഭരിക്കുന്നതും 2 മൂലയിലും ഇരുന്നിട്ട് 2 ഭഗവാന്മാരാണ്, വിഷ്ണുവും ശിവപാർവതിമാരും. അപ്പോൾ
വളരെയധികം പ്രാധാന്യമുണ്ട് ഈ 8 ദിക്കിന്. മുകളിൽ സൂര്യദേവൻ, ബ്രഹ്മാവ്, സൃഷ്ടികർത്താവ് എന്ന് എന്താ പറയാം, ബ്രഹ്മാവ് എന്തായാലും സൂര്യദേവൻ, താഴെ ഭൂമി, ഇങ്ങനെ 10 ദിക്കും നമുക്ക് രക്ഷിക്കാൻ ആളുണ്ട്. ഈ 10 ദേവതമാരെയും നമ്മൾ എങ്ങനെ കണക്കാക്കണം? രക്ഷാകർത്താക്കളായിട്ട്, നമ്മളെ അനുഗ്രഹിക്കുന്നവരായിട്ട് കണക്കാക്കണം. യജ്ഞത്തിൻ്റെ വിധി കേട്ടോ ഞാൻ പറഞ്ഞത്. യജ്ഞം നടപ്പാക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പോൾ ഇവിടെ ഒരു ലേശം അത് വ്യാഖ്യാനിച്ചാലാണ് ആവുള്ളൂ ആദ്യത്തെ ശ്ലോകത്തിൽ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അഥത്തെ സംപ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം. സപ്താഹശ്രവണത്തിൻ്റെ വിധി ഈ 8 കാര്യങ്ങൾ ശുദ്ധമാവണം. 10 ദിക്കും അധിഷ്ഠാന ദേവതകളുണ്ട്, അവരെ പൂജിക്കണം. അവരെ നമുക്ക് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സന്നിഹിതരാക്കണം. ഭാഗവതം വായിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ വന്നോളൂ, അത് വേറെ വിഷയം. നമ സൂര്യായ സോമായ സൂര്യായ സോമായ നവഗ്രഹങ്ങളെയാണ് ചൊല്ലിയത്. മംഗളായ ബുധായച്ച ഗുരു ശുക്ര ശനിഭ്യശ്ച രാഹവേ കേതവേ നമ. ആ നവഗ്രഹങ്ങൾ നമ്മളെ നിർബന്ധമായിട്ടും അനുഗ്രഹിച്ചേ പറ്റൂ. സഹായൈഹി വസുഭിഹി ച ഏവ. സഹായം ചെയ്യാനായിട്ട് ഇവരൊക്കെ തയ്യാറാണ്. പക്ഷെ നമ്മൾ അവരെ വിളിക്കണം, ആഹ്വാനം ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും. അവർ വരാതിരിക്കില്ല, അത് വേറെ വിഷയം. അവർ വരും, പക്ഷെ അതുകൊണ്ട് പോരാ. നമ്മൾ വിളിച്ചിട്ട് സ്വീകരിച്ച് ഇരുത്തിയിട്ട് അങ്ങനെ വേണം. അതാണ് സഹായൈഹി വസുഭിഹി. ഈ അഷ്ടവസുക്കളും ച ഏവ പ്രായഃ സാധ്യോ വിധിഹി സ്മൃതഃ. അങ്ങനെ ആയാലെയാണ് ഇത് വിധിപ്രകാരത്തിൽ സാധിക്കുള്ളൂ. ഇനി അതിൻ്റെ നിയമം ഇവിടെ പറഞ്ഞിരിക്കുന്നു. സംവിധാനാത് ഫലം പൂർണ്ണം തത് ഹീനേതു തത് അൽപത അംഗാംഗിഭാവ സംബന്ധ അനയോഹോ അധ്യായയോഹോ സ്ഫുടം. അപ്പോൾ സംവിധാനാത് എന്തൊരു കാര്യമായാലും ശരി, അതിനെ വേണ്ട രീതിയിൽ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, വിത് എന്നുള്ളത് അറിവ് എന്നാണ്. അപ്പോൾ ആ നടത്തിപ്പ് ക്രമം കൃത്യമായിട്ട് അറിഞ്ഞിട്ട് സംവിധാനം നന്നായിട്ട് തന്നെ അത് ഈ അറിവിലേക്ക് വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കർമ്മത്തെ സംവിധാനം ചെയ്യണം. സംവിധാനാത് എങ്ങനെയാ സംവിധാനാത് വേണ്ടത്? ഈ അറിഞ്ഞിട്ട് ചെയ്യേണ്ടത് അത് ഇന്നതൊക്കെ ഉണ്ടായാലേ നേരെയാവുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് സംവിധാനം ചെയ്യണം. ഒരു സംവിധായകൻ്റെ കഴിവ് വളരെ കൂടുതലാണ്. അങ്ങനെ സംവിധാനാത് ഫലം പൂർണ്ണം. അത് ചെയ്താൽ മാത്രമേ, അറിഞ്ഞ് ചെയ്താൽ മാത്രമേ ഫലം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. പിന്നെ തത് ഹീനെ, അത് ഇല്ലാണ്ട് വരികയാണെങ്കിലോ അതിന് കുറവ് വരും. തു തത് അൽപത, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലത്തിൽ കുറച്ചൊരു കുറവ് വരും. ഇനിയോ അംഗി ഭാവ. ഇപ്പം ഈ ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള ഫുൾ എന്ന നിലയ്ക്കും പിന്നെ പ്രത്യേകവും. ഇപ്പം നമ്മളും നമ്മുടെ കണ്ണ്, കയ്യ്, കാല് വ്യത്യാസമാണല്ലോ ഒക്കെ. തല, വയറ്, കാല് ഒക്കെ പ്രത്യേകം നമ്മൾ പറയും. അപ്പോൾ അംഗവും അങ്കിയും, ഞാനും എൻ്റേതായിട്ടുള്ള ഈ അംഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കണ്ണ്, കൈ, അതൊക്കെ അംഗങ്ങളാണ്. അപ്പം അങ്ങനെ അങ്കിയും അംഗവും ഒരേപോലെ എന്ത് ചെയ്യണം? സംബന്ധ, ചേർന്നിരിക്കണം, കൂടിച്ചേരലുകൾ. അപ്പോൾ ഇവിടെ ശ്രോതാവ് വേണം, വക്താവ് വേണം, സംഘാടകർ വേണം, അതിൻ്റെ ഭാവശുദ്ധി മുഴുവൻ വേണം. ഭൂമിയും കാലവും ഒക്കെ ശുദ്ധാവണം, ദ്രവ്യം ശുദ്ധാവണം, ആ പണ്ഡിതൻ അത് ശുദ്ധാവണം. ഇങ്ങനെ ഇതല്ലാണ്ട് ഇതൊക്കെ വേണ്ട രീതിയിൽ ചേരണം. സംബന്ധ അനയോഹോ അധ്യായയോഹോ സ്ഫുടം. നമ്മളിപ്പോൾ സാധാരണ പുസ്തകത്തിലുള്ള അധ്യായം ഓരോന്ന് അല്ലേ? എന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ കർമ്മങ്ങളൊക്കെ അധ്യായം തന്നെയാണ്. ഒരു പ്രവൃത്തി, അത് കഴിഞ്ഞാൽ അടുത്ത പ്രവൃത്തി, അത് കഴിഞ്ഞാൽ അടുത്ത പ്രവൃത്തി, അത് കഴിഞ്ഞാൽ അടുത്ത പ്രവൃത്തി. അതേപോലെ ഒരു ദിവസം, അതിൻ്റെ അടുത്ത ദിവസം, അതിൻ്റെ അടുത്ത ദിവസം. ഇതാണ് അധ്യായം. അപ്പോൾ ആ രീതിയിൽ അത്
വേണ്ട രീതിയിലാണ് സംഭവിക്കുന്നത് എങ്കിൽ ന്യൂനത വരില്ല, അല്ലെങ്കിൽ ന്യൂനത വരും. സംവിധാനാത് ഫലം പൂർണ്ണം തത് ഹീനേ തു തത് അല്പത. അപ്പോൾ കുറവ് വരും. അതിന് പരിഹരിക്കേണ്ടത് എങ്ങനെയാ? അംഗി സംബന്ധ. ഈ അംഗവും അങ്കിയും ചേർന്നിരിക്കണം. നമ്മുടെ കയ്യും കാലും ഒക്കെ വേറെ ആയിട്ട് കാര്യമില്ല. വേറൊരുത്തിയില്ല കയ്യും കാലും ശരീരത്തോട് ബന്ധപ്പെട്ടല്ലെങ്കിൽ കാര്യമില്ല. അതേപോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണം. ഭാര്യ ഒരുത്തിയിൽ ഭർത്താവ് ഇവിടെ. അപ്പം അതിൽ കാര്യമില്ല. ചേർന്നിരിക്കേണ്ടത് ചേർന്നിരിക്കുന്ന വേണം. അനയോഹോ അധ്യായോഹോ സ്ഫുടം. അത് ഈ ഓരോന്നും ക്രമേണയായിട്ട് തന്നെ സ്ഫുടമായിട്ട്. ഇനി ഭാഗവതം പറയുമ്പോൾ ഓരോ അധ്യായവും സ്ഫുടമായിട്ട് തന്നെ പറയപ്പെടണം. അതല്ല ഇതിൽ ഉദ്ദേശിച്ചത് കേട്ടോ. അതും ദ നെക്സ്റ്റ് ആണ്. അന്വയത്തിൽ ദ നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പറയുന്നത് ഓരോ ദിവസത്തെയും ഓരോരോ ഭാഗങ്ങൾ പ്രകരണങ്ങളായിട്ട് പറയുന്നത്, ഓരോ പ്രകരണത്തിലെയും ഈ വിസ്താരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓരോ അധ്യായങ്ങളും ഓരോ ശ്ലോകങ്ങളും ഓരോ വാക്കും ഓരോ അക്ഷരവും സ്ഫുടമായിട്ട് തന്നെ പറയപ്പെടണം. അതാണ് ഈ അധ്യായം. ഈ നമ്മൾ സ്വാധ്യായം ചെയ്യാന്ന് പറയില്ലേ. അപ്പോൾ വായിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ് വായിച്ചുകൊണ്ട് വരിക. അതൊരു സ്വാധ്യായമാണ്. അപ്പോൾ അത് വേണ്ട രീതിയിലാവണം എന്നതാണ്. അപ്പം അത്രയും പ്രാധാന്യം. അഥ തേ സംപ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം സഹായൈ വസുഭിശ്ചൈവ പ്രായസാധ്യോ വിധിസ്മൃതാം. ഇങ്ങനെ സനകാദി മഹർഷിമാർ ആദ്യത്തെ ശ്ലോകത്തിന് ഉത്തരം പറഞ്ഞു. ശ്രോതാക്കളായിട്ടുള്ള എല്ലാവരോടും പറയുകയാണ്, ഇത് പരമാവധി ഷെയർ ചെയ്യുക. ഇവിടെ കേൾക്കുന്നവർ മുഴുവൻ മുത്തശ്ശിമാരാണ്. അവരിപ്പോൾ അത് ലൈക്ക് അടിക്കുന്നില്ല, അവർക്ക് കൂട്ടിയേ പറ്റില്ല. അതേപോലെ അതിനൊരു അഭിപ്രായം പറയണില്ല, അതും കൂട്ടിയേ പറ്റില്ല. പക്ഷേ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ നിങ്ങൾക്ക് കൂട്ടിയേ പറ്റും. ഈ ഒരു ശ്ലോകത്തിന് ഇത്രയും പ്രാധാന്യത്തോട് കൂടിയിട്ട് പറഞ്ഞതിനെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് നമ്മുടെയും ഒരു കടമയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അധ്യായത്തെ സമർപ്പിക്കണം. ഭഗവാന്റെ തൃക്കാൽക്കൽ വാക്കുകളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ പത്മപുരാണത്തിലെ മഹാത്മ്യത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം സനൽകുമാരന്മാർ പറയുന്നതാണ്. അതിനെ വ്യാഖ്യാനം ചെയ്തതാണ്. ഇത് 1-ാമത്തെ ഭാഗം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.